ഏവർക്കും നമസ്കാരം. ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് കംപ്ലീറ്റ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പാർട്ടുകൾ എല്ലാം തന്നെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ വീഡിയോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്തു എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പാർട്ട് 3 ആരംഭിക്കാം. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ റൂളർ അല്ലെങ്കിൽ സ്കെയിലുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നത്. ഓക്കെ, ഞാൻ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്ലൈഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ ഇടതുവശത്തുമായിട്ട് നമുക്ക് ചിലപ്പോൾ സ്കെയില് കാണാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ സ്കെയില് കാണുന്നില്ല. ഓക്കെ, ഞാൻ കീബോർഡിലെ Alt+V+R യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്കെയില് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഷോർട്ട് കട്ട് വീണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്കെയില് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ Alt+VL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. Alt+V+R ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, Alt+VR എന്ന് പറഞ്ഞാൽ വ്യൂ റൂളർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വ്യൂ റൂളർ. ഓക്കെ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റൂളേഴ്സ് വരും. പവർ പോയിന്റിൽ നമ്മൾ സ്ലൈഡിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ഒബ്ജക്റ്റുകളുടെ പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അളവ് എടുത്തിട്ട് ഡിസൈനൊക്കെ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ സ്കെയിലിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്കെയിൽ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള പാർട്ടുകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് പഠിക്കേണ്ടത്. Alt+V+R ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പവർ പോയിന്റിനകത്ത് പുതിയ ഒരു സ്ലൈഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഒരു സ്ലൈഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതാ സ്ലൈഡ് നമ്പർ ബോക്സിൽ നമുക്ക് കാണാം. കണ്ടോ, 1 എന്ന് എഴുതിയിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു ബോക്സ് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു സ്ലൈഡ് മാത്രമേ ഉള്ളൂ. ഡിഫോൾട്ട് നമ്പർ ഓഫ് സ്ലൈഡ് ഇസ് 1. നമുക്ക് പുതിയ സ്ലൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിനകത്ത് Ctrl+M അമർത്തിയാൽ മതി. ഇതാണ് Ctrl+M എന്നുള്ള ഷോർട്ട് കട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ രണ്ടാമത് ഒരു സ്ലൈഡ് കൂടി നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഷോർട്ട് കട്ട് കൃത്യമായിട്ട് ഓർമ്മിക്കുക, Ctrl+M. ഇതിന് പകരം നമ്മൾ മൗസ് യൂസ് ചെയ്തിട്ട് മെനുവിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കാണാം ഹോമിൽ, ന്യൂ സ്ലൈഡിൽ നമുക്ക് എപ്പോഴും ബ്ലാങ്ക് സ്ലൈഡുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതാവുമ്പോൾ നമുക്ക് നമ്മളുടെ ഡിസൈൻ 0 മുതൽ നമുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ലേഔട്ടോട് കൂടിയിട്ടുള്ള സ്ലൈഡുകൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളെപ്പോഴും ബ്ലാങ്ക് സ്ലൈഡ് എടുത്തിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും നമ്മളുടെ ഡിസൈൻ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾവേസ് സെലക്ട് ബ്ലാങ്ക് സ്ലൈഡ്സ്. ഓക്കെ, അപ്പോൾ Ctrl+M പുതിയ സ്ലൈഡ് എടുക്കാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഒരു 5 സ്ലൈഡ്സ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തു. 1 2 3 4 5 സ്ലൈഡ്സ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് സ്ലൈഡിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഡിഫറെൻറ്റ് വ്യൂസ്. ഓക്കെ, അതായത് സ്ലൈഡിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ലൈഡ് സോർട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിലുള്ള ഈ 5 സ്ലൈഡുകൾ എല്ലാം തന്നെ നമുക്ക് ഒരു തംബ്നെയിൽ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ തംബ്നെയിൽ വ്യൂസ് എന്ന് പറയുന്നത്? ഓക്കെ,
നമുക്കറിയാം ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഏതെങ്കിലും ഒരു പിക്ചേഴ്സൊക്കെ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിനകത്ത് ഗാലറിയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്തുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളിനകത്തായിട്ട് കാണാൻ പറ്റും. ഇതാണല്ലോ തംബ്നെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നു അതേപോലെ. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിന് എന്ത് ചെയ്യാം, ഒന്ന് റീ ഓർഡർ ഒക്കെ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സ്ലൈഡ്സുകൾ നമുക്ക് ഒരേ സമയം കാണാൻ ഇവിടെ സാധിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്യാം. കണ്ടോ, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് മൗസിൻ്റെ വീല് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടോ സൂം ഇന്നും സൂം ഔട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ. ഇതിനെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മൂന്നാമത്തെ പൊസിഷനിൽ കൊണ്ടുവച്ചു. ഫിഫ്ത്ത് സ്ലൈഡ് എടുത്തിട്ട് ഫസ്റ്റ് പൊസിഷനിൽ വെച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് സ്ലൈഡിനെ എടുത്തിട്ട് ഫോർത്ത് പൊസിഷനിൽ വെച്ചു. ഓക്കെ. ഇങ്ങനെ സ്ലൈഡിനെ റീ ഓർഡർ, ഓക്കെ, അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും ഈ സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്ന വ്യൂ. ഓക്കെ. ഇതെങ്ങനെയാണ് നമ്മൾ എടുത്തതെന്നറിയോ? ആൾട്ട് വി ഡി അമർത്തിയാൽ മതി. ആൾട്ട് വി ഡി ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു വ്യൂവിലേക്ക് വരും. ഓക്കെ. അതുമല്ല എങ്കിൽ നമുക്കിവിടെ ആൾട്ട് വി എൻ അമർത്തിയാലും മതി. കേട്ടോ, വ്യൂ നോർമൽ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ. അപ്പോൾ ആൾട്ട് വി ഡി സ്ലൈഡ് സോർട്ടറും ആൾട്ട് വി എൻ നോർമൽ വ്യൂവുമാണ്. ഓക്കെ. ഇത് കൂടാതെ നമുക്ക് വരുന്ന ഒന്നാണ് ഇവിടെ റീഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ലൈഡിൻ്റെ മുകളിലുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് വായിക്കുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ. വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഇത് നമ്മളുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിനകത്തുണ്ട് റീഡിംഗ് വ്യൂ. അവിടെ ആൾട്ട് വി ആറാണ് യൂസ് ചെയ്യുക കേട്ടോ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത്. ഇവിടെ അതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. റീഡിംഗ് വ്യൂവിന് പവർ പോയിന്റിൽ ഷോർട്ട് കട്ട് ഇല്ല. പക്ഷേ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ആൾട്ട് വി ആറ് അമർത്തി കഴിഞ്ഞാൽ റീഡിംഗ് വ്യൂവിലേക്ക് പോകും. അതിൻ്റെ പേര് പോലെ തന്നെ ഒരു സ്ലൈഡിനകത്ത് എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലൂടെ വായിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ബുക്ക് വായിക്കുന്നത് പോലെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വ്യൂ ആണ് റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ സ്ലൈഡിനൊക്കെ ഞാൻ ഓരോ കളേഴ്സ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആൾട്ട് ഓക്കെ അടിച്ചിട്ട് ഞാൻ ആ ഫസ്റ്റ് സ്ലൈഡിന് ഒരു റെഡ് കളർ കൊടുത്തു. ഓക്കെ. then സെക്കൻഡ് സ്ലൈഡിന് ഞാനൊരു ഓറഞ്ച് കളർ കൊടുത്തു. തേർഡ് സ്ലൈഡിന് ഒരു ബ്ലൂ കളർ കൊടുത്തു. ഫോർത്ത് സ്ലൈഡിന് ഒരു പർപ്പിൾ കളർ കൊടുത്തു. അടുത്തത് ഒരു മെറൂൺ കളർ കൊടുത്തു. ഓക്കെ. ഇനി അടുത്തൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇവിടെ കാണാം, ഒരു കപ്പിൻ്റെ ചിത്രം പോലെ കാണാം. കണ്ടില്ലേ, സ്ലൈഡ് ഷോ. ഓക്കെ. ഈ സ്ലൈഡ് ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വലുതായിട്ട് ഏത് സ്ലൈഡാണോ കാണുന്നത് അത് നമുക്ക് വലുതായിട്ട് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ. സ്ലൈഡ് ഷോ. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, റെഡ് കളറിലുള്ള സ്ലൈഡ്. അപ്പോൾ എനിക്ക് തേർഡ് സ്ലൈഡാണ് ഫുൾ സ്ക്രീനിൽ കാണേണ്ടതെങ്കിൽ ആദ്യം തേർഡ് സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ സ്ലൈഡ് നമ്പർ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ലൈഡ് നമുക്ക് ഫുൾ സ്ക്രീനിൽ വ്യൂ ചെയ്യാനാണ് നമ്മൾ ഈ കപ്പ് സിമ്പലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നത്. അതിനും ഇവിടെ ഷോർട്ട് കട്ട് ഇല്ല. ഓക്കെ. ഇനി പവർ പോയിന്റിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് F5 എന്ന് പറയുന്നത്. F5ൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ആദ്യത്തെ സ്ലൈഡായിരിക്കും നമുക്ക് ഫുൾ സ്ക്രീനിൽ വരുന്നത്. ഓക്കെ. എൻട്രോ സ്പേസോ മൗസ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്ലൈഡിലേക്ക് പോകും. വീണ്ടും തേർഡ് സ്ലൈഡ്, ഫോർത്ത് സ്ലൈഡ്, ഫിഫ്ത്ത് സ്ലൈഡ് കഴിഞ്ഞു. ഒരു ബ്ലാക്ക് കളർ സ്ക്രീൻ വന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ F5 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്ലൈഡ് ഫ്രം ബിഗിനിങ്, ഓക്കെ, 1 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 ആ രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തത ആണ് ഇവിടെ ഈ കപ്പ് സിമ്പലിനുള്ളത്. ഇഷ്ടമുള്ള സ്ലൈഡ് നമുക്ക് ഫുൾ സ്ക്രീനിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് സീക്വൻസ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു 50 സ്ലൈഡ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 10th സ്ലൈഡ് മുതൽ എനിക്ക് എന്ത് ചെയ്യണം, ഫുൾ സ്ക്രീനിൽ ഇങ്ങനെ വ്യൂ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ സ്ലൈഡ് നമ്പർ ബോക്സിൽ നിന്ന് എന്തെടുക്കണം, 10th സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കപ്പ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 10th കാണിക്കും, പിന്നെ 11 12 13 14 അങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ.
അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കമ്പാരിസൺ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആൾട്ട് വി ഡി ഫോർ സ്ലൈഡ് സോർട്ടർ എല്ലാം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റും. രണ്ടാമത്തത് ആൾട്ട് വി എൻ ആണ്. ഇത് നോർമൽ വ്യൂ ആണ്. രണ്ടെണ്ണമായില്ലേ. മൂന്നാമത്തത് റീഡിംഗ് വ്യൂ. ഓക്കെ, പവർ പോയിന്റിനകത്ത് സ്ലൈഡിൽ എഴുതിയിരിക്കുന്ന മാറ്റർ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സ്ലൈഡ് എന്താണ് റീഡിംഗ് വ്യൂ. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഈ കപ്പ് സിമ്പൽ. സ്ലൈഡ് ഷോ എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, മൗസ് കൂടെ അവിടെ ഇങ്ങനെ വയ്ക്കുമ്പം ടൂൾ ടിപ്പ് ടെക്സ്റ്റ് ആയിട്ട് അവിടെ എഴുതി വരും. കണ്ടോ, സ്ലൈഡ് ഷോ. ഒരു പെർട്ടിക്കുലർ സ്ലൈഡ് ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഉള്ളത് F5 ആണ്. F5 ഫ്രം ബിഗിനിങ് 1 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഞാനതൊന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡ് വ്യൂസിനെ കുറിച്ചിട്ടുള്ള കാര്യം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്തത് പവർ പോയിന്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള എലമെൻസിനെ നമ്മൾ ഒബ്ജക്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഒബ്ജക്ട്സ്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കണം. അതിനകത്ത് കുറേ എഴുത്തുകൾ ഉണ്ടായിരിക്കും, ചിത്രങ്ങൾ ഉണ്ടായിരിക്കും, ആകൃതികൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആകൃതികളെ എല്ലാം തന്നെ നമ്മൾ ഗ്രാഫിക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഒരു ഡിസൈനിനകത്തുള്ള എഴുത്തുകൾ, ഇതിനെ നമുക്ക് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ പിക്ചേഴ്സ്, ഈ പിക്ചേഴ്സിനെ നമുക്ക് ഇമേജസ് അല്ലെങ്കിൽ പിക്ചർ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് കൂടാതെ വേറെയും കുറേ ഒബ്ജക്ട്സുകൾ നമുക്ക് ആവശ്യം വരും. അതായത് ഓഡിയോ ഒബ്ജക്ട്സ്, വീഡിയോ ഒബ്ജക്ട്സ്, അങ്ങനെ. പക്ഷേ പവർ പോയിന്റിൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക 3 ഒബ്ജക്ട്സിനാണ്. ഒന്ന് ടെക്സ്റ്റ് ഒബ്ജക്റ്റ്, അതായത് എഴുത്തുകൾ. രണ്ടാമത്തത് ഗ്രാഫിക് ഒബ്ജക്ട്സ്, അതായത് ഷേപ്സ്, ആകൃതികൾ എന്ന് പറയും. അതായത് റെക്റ്റാങ്കിള്, ലൈന്, റൗണ്ടഡ് റെക്റ്റാങ്കിൾ, സർക്കിൾ, അങ്ങനെയുള്ളത്. അടുത്തതാണ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതെല്ലാം തന്നെ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ ആൾട്ട് IX, പിക്ചർ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ആൾട്ട് IPF, അതുപോലെ തന്നെ നമ്മുടെ ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ഷോർട്ട് കട്ടൊന്നുമില്ല, ഇൻസേർട്ടിൽ ഷേപ്സിൽ ഇഷ്ടമുള്ള ഷേപ്പ് നമ്മൾ ഇതിനകത്ത് എടുത്ത് വരയ്ക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഓഡിയോ ഒബ്ജക്റ്റും വീഡിയോ ഒബ്ജക്റ്റും. ഓഡിയോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. ഓക്കെ, അത് ചിലപ്പം വളരെ ചെറിയൊരു സൗണ്ട് ആയിരിക്കും, ഒരു ക്ലിക്ക് സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പവർ പോയിന്റിന് കൂടുതൽ അട്രാക്ഷൻ വരുത്തുന്ന ഒബ്ജക്ട്സുകളാണ് ഓഡിയോ ഒബ്ജക്ട്സ്, അല്ലേ? നമ്മളൊരു പ്രസൻറ്റേഷൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ വളരെ അട്രാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിലേറ്റഡ് വീഡിയോ അവിടെ സൈഡിൽ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അതും എന്താണ്, ഓഡിയൻസിന് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നെ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്ത പാർട്ടുകളിലായിട്ട് പഠിക്കും. ഇത്രയാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഈ സ്ലൈഡ്സ് ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റുകൾക്ക് പേര് കൊടുക്കുന്ന കാര്യങ്ങളാണ്. പേര് കൊടുക്കുക. ഓക്കെ, കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ പോകുന്നത് പവർ പോയിന്റിൽ ആനിമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു പവർ പോയിന്റിൽ ആനിമേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒബ്ജക്റ്റുകൾക്ക് പേര് കൊടുക്കുക. ഒബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുത്തുകളും ആകൃതികളും ചിത്രങ്ങളും ഒക്കെയാണ് ഒബ്ജക്റ്റുകൾ. ഇതിനൊക്കെ നമ്മൾ പേര് കൊടുക്കും. ഇപ്പോൾ എനിക്ക് പേരുണ്ട് രഞ്ജിത്ത്, നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടായിരിക്കും. ഇതേപോലെ നമ്മൾ പവർ പോയിന്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിനെല്ലാം തന്നെ നമ്മൾ പേര് കൊടുക്കണം. ദാറ്റ് ഈസ് ദി പ്രൊഫഷണൽ വേ ഓഫ് ക്രിയേറ്റിംഗ് എ പ്രസൻറ്റേഷൻ. ഓക്കെ, അതായത് ഒരു ആനിമേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഈ പേര് നമ്മളെ സഹായിക്കും. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആൾട്ട് IPF അടിച്ചിട്ട് ഇതിലേക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ
പിക്ചറിന് പവർ പോയിന്റ് തന്നെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ പവർ പോയിന്റ് ഈ പിക്ചറിന് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഫോർമാറ്റിനകത്ത് സെലക്ഷൻ പെയിൻ എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് നോക്ക്. കണ്ടോ, ഈ ബോക്സിനെ കുറിച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. കണ്ടോ, പിക്ചർ 1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പിക്ചർ കൂടി ഇൻസേർട്ട് ചെയ്യാം. ഇതിന് വന്നിരിക്കുന്നത് എന്താണ്? പിക്ചർ 2 എന്നാണ് പേര് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് നമ്മളിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. കണ്ടോ, ഇതിന് പവർ പോയിന്റ് ഇട്ടിരിക്കുന്ന പേരെന്താണ്? ഓവൽ 3 എന്നാണ്. ഓക്കെ, ഇനി ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഞാനിവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്ററിന് ഈ ടെക്സ്റ്റിന് പവർ പോയിന്റ് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ടെക്സ്റ്റ് ബോക്സ് 4 എന്നാണ്. ഇങ്ങനെ നിരവധി ഒബ്ജക്റ്റുകൾ നമ്മുടെ സ്ലൈഡിൻ്റെ മുകളിലുണ്ടാവും. ഇതിനൊക്കെ തന്നെ പവർ പോയിന്റ് പേര് കൊടുത്തിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറേ പിക്ചേഴ്സ് വരുമ്പോൾ എന്തായിരിക്കും? പിക്ചർ 2, പിക്ചർ 7, പിക്ചർ 15, പിക്ചർ 16, അതുപോലെ തന്നെ പിക്ചർ 20, ഇങ്ങനെയൊക്കെ ആയിരിക്കും പേരുണ്ടാവുക. അപ്പോൾ നമ്മൾ ആനിമേഷൻ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ആനിമേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ തന്നെ ഇതിന് അനുയോജ്യമായ പേരുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അതിനുവേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. പിക്ചറിന് മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പേര്, നേരത്തെയുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിതിന് കൊടുക്കുന്ന പേര് ഫ്ലവർ എന്നാണ്. അതുപോലെ തന്നെ അടുത്തത് ഇതിന് നമുക്ക് കൊടുക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ മൗണ്ടെയിൻ എന്ന് പേര് കൊടുത്തു. അടുത്തത് ഇതിന് ഞാൻ ഒരു ബ്ലൂ റൗണ്ട് എന്ന് പേര് കൊടുത്തു. അടുത്ത ഈ വെൽക്കത്തിന് ഞാൻ ഒരു ഹെഡിങ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമുക്ക് ഒബ്ജക്റ്റുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ കമ്പ്യൂട്ടറിൽ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ നെയിമിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പവർ പോയിന്റിൽ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കാര്യമാണുള്ളത്. ഒന്ന്, ആനിമേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രസൻറ്റേഷൻ വേറൊരാൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യും. ഓക്കെ, നമ്മളല്ല, വേറൊരാൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ അയാൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ എന്താണ്, ഓരോ ഒബ്ജക്ട്സും വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ്, ദെൻ സെലക്ഷൻ പെയിൻ. ഇനി ഓരോ പേര് കൊടുത്തിരിക്കുന്നതിൻ്റെയും റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഐ സിമ്പിൾ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഇവിടുന്ന് ഹൈഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഒളിപ്പിച്ച് വയ്ക്കുക. ഒരു പ്രത്യേക ഒബ്ജക്റ്റ് നമുക്ക് പ്രസൻറ്റേഷനിൽ കാണിക്കേണ്ട എങ്കിൽ തൽക്കാലത്തേക്ക് അതിനെ നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഹൈഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യേണ്ട. ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ വീണ്ടും വേണ്ടി വന്നാൽ നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വേണ്ട. അതിന് പകരം നമ്മൾ ഈ സെലക്ഷൻ പെയിനിൽ പോയിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സെലക്ഷൻ പെയിൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ പവർ പോയിന്റിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു പാർട്ടിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, സ്കെയിൽ നമ്മൾ ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ പുതിയൊരു സ്ലൈഡ് നമ്മൾ എടുക്കാൻ പഠിച്ചു അല്ലേ, Ctrl+M. അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് നമ്മൾ പഠിച്ചു. നോർമൽ, സ്ലൈഡ് സോർട്ടർ, സ്ലൈഡ് ഷോ, റീഡിംഗ് വ്യൂ, അങ്ങനെ പിന്നെ F5 അതൊക്കെ പഠിച്ചു. ഓക്കെ, പിന്നെ എന്താണ് ഒബ്ജക്ട്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒബ്ജക്ട്സുകൾക്കൊക്കെ പേര് കൊടുക്കാനും അത് തൽക്കാലം ഹൈഡ് ചെയ്ത് വയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സുകളുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് തന്നെ ഒന്ന് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താലേ നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പേർട്ട് എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.